അർപ്പിത്, ഞാനാ. ഈ അടി എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല. അത് ഞാൻ പിന്നെ മനസ്സിലാക്കി തരാം. എന്തായാലും നമ്മൾ തമ്മിൽ ഇനിയും കാണും. ജാനു, കേറ്. ഹലോ. ഓടിക്കോ, ജീവൻ വേണേ വാടി. അവൻ നിന്നെന്തിനാ തല്ലിയേ? കണ്ടിട്ട് അവളുടെ ആങ്ങളെയാണെന്ന് തോന്നുന്നു. അതാ അവൻ മുളയിലേന്നുള്ളിയല്ലോ. ഏയ്, ഞാൻ തുടങ്ങിയത് പോലില്ലല്ലോ. അതെ, നിങ്ങളുടെ ചർച്ച കഴിഞ്ഞെങ്കിൽ ഒന്നിങ്ങോട്ട് നോക്കാവോ? പെട്ട്. ആ, അതാടാ, അത് നോക്കടാ. എന്ത്? ഞാൻ ഇപ്പൊ വരാവേ. നിക്കടാ അവിടെ. മോളെ, ഞാൻ നിന്റെ ഏട്ടനാ. ഇന്ന് തൊട്ട് ഞാൻ അറാതെയാണ് പട്ടി. എന്നാലും അവൻ എന്തിനിങ്ങനെ തല്ലി? വിളിച്ചിട്ട് വരണ്ടായിരുന്നു ഇവളെ. ഇതിപ്പോ വഴി കൂടി പോയ അടി ഓട്ടോ വിളിച്ചു വന്ന് മേടിച്ചു. അവൾ എന്തിനാ നമ്മുടെ വീട്ടിൽ വന്നേ? ആരവളെ വീട്ടിൽ കയറ്റിയേ? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. ഏത് സാഹചര്യം? ആരോട് ചോദിച്ചിട്ട് അവളെ വീട്ടിൽ കയറ്റിയേ? ഇടപെടണോ ഇടപെടണോ? രമണി നിന്റെ ഒപ്പനോടാ കുളിക്കുന്ന പൊട്ടി. ഞാൻ ചോദിച്ചതിന് പറയടാ ഏട്ടൻ തെണ്ടി. ഹെൽപ്പ് ചോദിച്ചു വന്നതാ. എന്ത് ഹെൽപ്പ്? അവൾക്ക് എന്തിനാ നമ്മുടെ ഹെൽപ്പ്? പിടിവിട്. പറ. അവളുടെ കാറ് ശരിയാക്കി കൊടുക്കുവോ ചോദിച്ചതാ. കോളേജിൽ കിടക്കുന്ന കാറ് ശരിയാക്കി കൊടുക്കുമെന്ന് അവൾ 5 കിലോമീറ്റർ ദൂരെയുള്ള നമ്മുടെ വീട്ടിലൊന്ന് ചോദിച്ചു. അവൾക്ക് പ്രാന്തോ? അത് പോയിന്റ്. ഇവൾക്കാരെ ബുദ്ധിയില്ല പറഞ്ഞേ. രൂപേഷ് പി പറയണോ? മോളെ, ഞാൻ നിന്നെ നേരത്തെ കൂട്ടാൻ വന്നില്ലേ? അപ്പൊ ആ കുട്ടി ഹെൽപ്പ് ചോദിച്ചതാ. അവൾ എങ്ങനെ വീട്ടിലെത്തി? അത് ഹെൽപ്പ് ചെയ്ത ആർച്ചയുടെ ചേട്ടനാണല്ലോ ഞാൻ. അതുകൊണ്ട് ആർച്ചയെ കണ്ട് നന്ദി പറയണമെന്ന് ഒരേ വാശി. അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. ഇത് ഞാൻ വിശ്വസിക്കണം? സത്യം. എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. അവൾ ഒരു കാരണവശാലും അത് പറയില്ല. സത്യം പറഞ്ഞോ? എന്താ ഞാൻ അറിയാണ്ട് രണ്ടിന്റെ പരിപാടി? പ്രേമാണെന്ന് എങ്ങാനും പറഞ്ഞ രണ്ടിനെയും കൊല്ലും ഞാൻ. അയ്യോ മോളെ, ഞാൻ കിച്ചേട്ടന്റെ തലയിൽ അത് കെട്ടിയും വെക്കും. എടി, കാറ് നന്നാക്കാൻ ടൈം എടുക്കും പറഞ്ഞു. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ടായിരുന്നു, വീട്ടിലോട്ട് കൊണ്ടുവന്നതാ. ഓഹോ, വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തല്ലേ? അയ്യോ, അനുചേച്ചി പോയ കാര്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ നിങ്ങള് ഫ്രണ്ട്സ് അല്ലാന്ന് ഞാൻ പിന്നെ അറിഞ്ഞ. ഇപ്പൊ അറിഞ്ഞല്ലോ. ഇനി മേലാൽ അവളോട് മിണ്ടരുത്. എനിക്ക് ഇഷ്ടല്ല അവളെ. അതെന്താ? എനിക്ക് ഇഷ്ടല്ല, അത്ര തന്നെ. ശരി, മിണ്ടുന്നില്ല പോരെ? അവൾക്കുള്ളത് ഞാൻ നാളെ കൊടുത്തോളാം. ആ കുട്ടി എന്ത് ചെയ്തു? അതൊരു പാവല്ല എന്ന് പറയാൻ വരുമായിരുന്നു. ഭീകരിയാണവൾ, കൊടും ഭീകരി. എന്നാലും ആ വന്നവൻ. ആ, അതാരാ? അവനെന്തിനാ ഏട്ടനെ തല്ലിയേ? ഓ, ആർക്കറിയാ? എനിക്ക് നല്ല പരിചയമുള്ള ബാക്ക്. ഫ്രണ്ട് കാണാൻ പറ്റിയില്ല. എനിക്കൊന്നും അങ്ങോട്ട് വ്യക്തമായില്ല. എന്തായാലും ഒന്നുറപ്പാ, അവൻ അവളുടെ ആങ്ങളെ. നല്ല മുഖസാദൃശ്യമുണ്ട്. അല്ലെങ്കിലും കിട്ടിയത് നന്നായേ ഉള്ളൂ. അവൾക്കുള്ളത് ഞാൻ നാളെ കൊടുത്തോളാം. എന്നാലും എടാ അളിയാ, അവൻ എന്തിനാ നിന്നെ തല്ലിയേ? ഓ, എന്നാൽ ഈ കുറിപ്പ് ഇത് എവിടുന്നാ വന്നേ? അവളെ ഞാനല്ലേ കൊണ്ടുവന്നേ. ഓ, നീയായിരുന്നു അത്. ഇല്ലാത്ത പൊണ്ണാച്ചോളെ. ഇങ്ങോട്ട് വാട ചക്കരേ. നായിന്റെ പട്ടിയും മോനെ, തറച്ചെണ്ണ വീണവന്റെ മൂട്ടി നീ സൾഫ്യൂരിക് ആസിഡ് കോരി ഒഴിക്കല്ലടാ. സോറി അളി, എന്റെ ഫ്രസ്ട്രേഷൻ കാരണം ചെയ്തതാ. എടാ നാറി, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ അവള് നിന്റെ പെങ്ങളാന്ന്. ആ ഫ്രസ്ട്രേഷൻ അല്ല. പിന്നെ ഞാൻ ആ നോക്കിക്കൊണ്ടിരുന്ന മനീഷയില്ലേ, ഏതാ ജിടെക്കിലെ പെണ്ണാ? ആ, അവളെന്നെ റിജക്ട് ചെയ്തു. ഞാൻ ആ സങ്കടത്തിലായിരുന്നു. വല്ല പണിക്കും പോടാ. ഇവളോട് ഞാൻ പണി ഉണ്ടെന്നാ പറഞ്ഞേ. അതാ അവള് റിജക്ട് ചെയ്തത്. പണി ഉണ്ടെന്ന് പറഞ്ഞതിന് റിജക്ട് ചെയ്തോ? നീ എന്ത് പണിയാന്നാ പറഞ്ഞേ? കോണ്ടന്റ് ക്രിയേറ്റർ. ബെസ്റ്റ്. അതൊരു പണിയാണെന്ന് അവൾക്ക് തോന്നിക്കാണില്ല. അല്ലെങ്കിൽ മുക്കിൽ ഇപ്പൊ യൂട്യൂബേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ആണ്. അതൊന്നുമല്ല, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞത് അവളിട്ടത് കോണ്ടം ക്രിയേറ്റർ എന്നാ. നീ എന്തിനാ ഏട്ടൻ തല്ലിയേ? ഏട്ടനോ?
ആദ്യം നീ എന്നെ ഏട്ടാന്ന് വിളിക്കാൻ പഠിക്കും. നീ എന്തിനാ തല്ലിയെന്നാ ചോദിച്ചേ? അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. അല്ല, നിനക്ക് എന്തായിരുന്നു അവിടെ പരിപാടി? ഞാൻ കോളേജില് ഈ നേരത്തോ? എന്റെ കാറിന് എന്തോ പറ്റി, അത് റെഡിയാക്കാൻ ആ ഏട്ടനെ ഹെൽപ്പ് ചെയ്തേ. അവന്റെ ഒരു ഹെൽപ്പും നമുക്ക് വേണ്ട, അല്ലെങ്കിൽ അവൻ കുറെ കിട്ടുണ്ടാക്കുന്നുണ്ട്. ഇവനെന്താ പ്രാന്തോ? നിന്റെ കാർ എടുക്കണ്ടേ? മര്യാദക്ക് പോയി എടുത്തിട്ട് വാ. ഗീത, നാളെ പോയി എവിടുന്നേലും ചാണകം കൊണ്ടുവന്ന് മെഴുകണം. നീ എന്തിനാ മോളെ? മിണ്ടരുത്, ഇപ്പൊ കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ. അവളെ എന്റെ വീട്ടിൽ കയറ്റിന്ന് അറിഞ്ഞ സാറെ റോഷൻ എന്നെ കളിയാക്കി കൊല്ലും. ആനയൊന്നു തന്നെ വരും കേട്ടോ. അയ്യോ, എന്തെന്നാടോ വള പിടിക്കണം. ഈശ്വര, നടുവൊടിഞ്ഞാ മരിക്കോ? ഏത് തെണ്ടിയാണ് വളം കുരുവിച്ചേ? ഈ ഉടുപ്പിട്ട് നിൽക്കുന്ന തെണ്ടിയാ. എന്തിന്? ഒരു ശുദ്ധി കലശം ഉണ്ടായിരുന്നേ. പുല്ല്. ഹലോ ഗൈസ്. ഹായ് അനുചേച്ചി. ഇതൊന്നും ഇവിടെ ഫുൾ വെള്ളം. അത് ഫുൾ കോമഡിയാ. ഞാൻ ചിരിച്ച് പിന്നെ പറഞ്ഞുതരാം. ഹാ മനുവേട്ടാ, അമ്മ പറയാ ഈ വർഷം നമുക്കൊരു കുഞ്ഞിന് പറ്റിയതാണ്. ഐശ്വര്യം വരത്രേ. മനുവേട്ടനെന്താ ഇത് കേട്ടിട്ട് ഒരു സന്തോഷമില്ലാത്തെ? എന്നെ കൊണ്ട് പറ്റില്ല മോളെ. ഏ, ഒരു കുടുംബം ഇല്ലാണ്ടാക്കിയല്ലോടി ഈ കൊച്ചു കഴിവേറി. അയ്യോ, എടാ വാ, ഒന്ന് സ്റ്റുഡിയോ പോണോ? ബൈ ഗൈസ്. ഞാൻ ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇരുന്നിടത്തു നിന്നൊന്ന് അനങ്ങ പോലും ചെയ്തില്ല അല്ലെ? ഞാൻ ഇനി അച്ഛന്റെ കൂടെ മാത്രമേ കിടക്കൂ. അല്ലേലും ഇനി ഒന്നിച്ച് കിടന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആലിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വാക്കുന്നു. എന്തിനാണ് ഇപ്പൊ സ്റ്റുഡിയോ പോകുന്നത്? റെക്കോർഡിങ് കഴിഞ്ഞതല്ലേ? അതല്ലടാ, അവളുടെ കാർ അവിടെ കിടക്കുമല്ലേ. ഹലോ, കാമുകൻ ഒന്നവിടെ നിന്നേ. കാറല്ലേ, അവളൊന്നുമല്ലല്ലോ. അതവിടെ കിടന്നോളൂ. കുറച്ച് മഞ്ഞ് കൊണ്ടെന്ന് കരുതി കാറിന് ജലദോഷം ഒന്നും പിടിക്കില്ല. ഒന്ന് പോടാ, വാ പോവാം. അത് അവിടെ തന്നെ ഉണ്ടോ, പോയി നോക്കാം. ഇവൻ എന്തിന്റെ കേടാണോ? ഇനി എങ്ങാനും അവളവിടെ ഉണ്ടെങ്കിലോ? എന്നാ പോയി ഒരു ഉമ്മ കൊടുത്തേക്ക്. ചേ, പോടും. കാർ അവിടെ തന്നെ ഉണ്ടല്ലോ. ശേ, വെറുതെ പെട്രോൾ കളഞ്ഞു. ഞാൻ അപ്പഴേ പറഞ്ഞത് അവളൊന്നും ഈ നേരത്തെ വരില്ലാന്ന്. നാളെ കോളേജിൽ വരുമ്പോ ഞാൻ എടുത്തിട്ട് പോക്കോളൂ. ഡാടാ, അത് നോക്ക്. അമ്മേ, ഇതവളുടെ ബ്രദർ തന്നെയാട്ടോ. നോക്ക്, എന്നെ അച്ഛനെയും പോലെ. ശരിയാ. എന്തായാലും വന്ന കാര്യം നടക്കട്ടെ. എന്ത്? പോയി മോടുക്കടാ, പോടാ പട്ടി. അവൻ നോക്കുന്നു. എന്നെയല്ല, നിന്നെയാ. നീ പോയി പരിചയപ്പെട്. എന്തിന്? നിന്റെ ഭാവി ഇളയനല്ലേ. ഉണ്ടാതിരിക്കട പട്ടി. അവൻ നോക്കി പേടിപ്പിക്കുന്നു. ഇവനെങ്ങനെ ഞാൻ ഇവിടെ വരുന്നറിയാം? എന്നെ തല്ലാൻ ആളെ കൂട്ടി വന്നിരിക്കുക. അവൻ തല്ലാനുള്ള പ്ലാനാണോ? കണ്ണിൽ തീക്ഷ്ണത വരുത്തി നിന്നോ? അവൻ മിണ്ടാണ്ട് പോയിക്കോളും. പ്രതികാരത്തിന് വന്നിരിക്കുക എന്നോടെ. മോനെ, ഇന്നിവിടെ തീ പാറും. ഇവരെന്നെ കൂട്ടാണ്ട് സാറ്റ് കളിക്കുന്നു. പൊട്ട നിക്കണ, അവൻ കാർ എടുത്തു പോയി. പോയാ അവന്റെ ഭാഗ്യം. എന്ത് ഭാഗ്യം? ഇല്ലെങ്കിൽ വെറുതെ എന്നെ തല്ലി അവന്റെ എനർജി വേസ്റ്റ് ആയേനെ. എന്നാലും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? എവിടെയോ എന്തോ ചീഞ്ഞു നടക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാ നിന്റെ പുതിയ സോങ് ഒന്ന് പാടിയേ. പിന്നെന്താ, പിടിച്ചോ. സുഗുണന്റെ തട്ട് കടയില് നെറ്റായാൽ ബൈക്ക് എടുത്ത് പോയിടുമേ. സൈഡിലുള്ള സ്റ്റൂളിൽ കയറി ഇരിക്കുമേടെ. മണ്ടയിലെ കറിയെല്ലാം ലാസ്റ്റ് വീക്കിലെ. എന്നാലും ടേസ്റ്റ് ഒട്ടും കുറവില്ലടേ. മീനുക്കി പ്ലേറ്റ് എല്ലാം മീനുക്കി കിറുക്കി. അതിന്റെ ഇടയില് മുട്ട കലക്കി ഓംലേറ്റ് 2 പ്ലേറ്റായി. പോവല്ലേ, പോവാതെ കാശ് വെക്കാണ്ട്. നീ വലിയവനാടാ. നിന്റെ ഈ സത്യസന്ധതയാണ് എനിക്കിഷ്ടം. അയ്യച്ചാ മോനെ. എന്നാലും അവനെന്തിനാ ഓടിയേ? എനിക്ക് തോന്നുന്നു മാനസികമായി എന്തോ പ്രശ്നമുള്ള പയ്യാണ് ആയിരിക്കും.
അല്ലെങ്കിൽ അവൻ എന്തിനു ഓടണം? അവനെന്താ പ്രാന്തോ? ഇനി എന്നെ കണ്ട് പേടിച്ചിട്ടായിരിക്കോ? ആരെ? എന്നെ. വൈകിട്ട് അവൻ തന്നെയല്ലേ നിന്റെ മോന്തയിൽ ടാറ്റു അടിച്ചിട്ട് പോയത്? ഓക്കെ വാ പോവാ. ഇവളെവിടെ പോയി കിടക്ക? ഹാ ദാ വരുന്നു. ഗുഡ് മോർണിംഗ്. അവള് നമ്മളെ കണ്ടില്ലേ? പിന്നില്ലാണ്ട് മല പോലെ നമ്മളിവിടെ നിന്നിട്ട് അവള് നമ്മളെ കണ്ടില്ലേ? നീ എന്തോ പ്രശ്നമുണ്ട്, വാ നോക്കാം. ആരോട് ചോദിച്ചിട്ടാടി നീ എന്റെ വീട്ടിൽ കയറിയേ? നിന്റെ ഏട്ടൻ വിളിച്ചിട്ടാ ഞാൻ വന്നേ. ആരെങ്കിലും വിളിച്ചാ നീ കൂടെ അങ്ങ് പോകുവോ? അതും എന്റെ ഏട്ടന്റെ കൂടെ? അയ്യോ, നിന്റെ ഏട്ടൻ അത്രയ്ക്ക് മോശ അല്ല, പക്ഷെ ഞാൻ വളരെ മോശ. അതൊരു പരസ്യമായ സത്യമല്ലേ? വേണ്ട നീ. എന്താ എന്താ? ഹാ വാ വാ, ഞാൻ നിങ്ങളെ കാണാൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ നീ നേരത്തെ ഞങ്ങളെ കണ്ടില്ലേ? ഇല്ല. അല്ലേ ചീ, എന്താ ഇവിടെ പ്രശ്നം? ഈ നാറി ഇന്നലെ എന്റെ വീട്ടിൽ കയറി. പിന്നെ നിനക്ക് തോന്നി ഇപ്രാവശ്യം ഞാൻ തന്നെയാ. എന്തിന്? എടാ അത് ഇവളുടെ ഏട്ടൻ വിളിച്ചിട്ടാ ഞാൻ പോയെ. അപ്പുവേട്ടനോ മനുവേട്ടനോ? അപ്പുവേട്ടൻ. കറക്റ്റ് എന്റെ ഏട്ടനെ കണ്ടപ്പോ ഇവളുടെ കാറ് കേടായി. ഹലോ, എനിക്ക് നിന്റെ ഏട്ടനെ ഡൗട്ട്. ആഹാ, ഇപ്പൊ പ്രതിവാദമായോ? വാദി. എങ്ങോട്ട്? എങ്ങോട്ടും വരാനല്ല, വാദി. വാദി പ്രതി ആയോന്നാ. ഞാനിവിടെ പ്രാന്തെടുത്തിരിക്കുക, അതിന്റെ ഇടയ്ക്കാ വന്ന. സോറി, യു കണ്ടിന്യൂ. അതവിടെ നിക്കട്ടെ. ഇന്നലെ ഒരുത്തം ബട്ടൺസും തെറിക്കുമ്പോ ഒരു ടൈറ്റ് ഷർട്ട് ഇട്ട് മാസായി ബുള്ളറ്റ് വന്ന് ഇറങ്ങിയിരുന്നല്ലോ. അതാര്? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ആ തെണ്ടി അപ്പുവേട്ടനെ തല്ലി. എന്തിന്? അതെങ്ങനെ എനിക്കറിയാം. എന്തിന്? അത് ഞാൻ നിന്റെ ഏട്ടനോട് ചോദിക്കാനിരിക്കുക. എന്റെ ഏട്ടനെ ഞാൻ ലൈഫിൽ ഇന്ന് വരെ ഇങ്ങനെ വയലന്റ് ആയി കണ്ടിട്ടില്ല. ഓ, ആ തെണ്ടി നിന്റെ ഏട്ടനാണോ? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഏട്ടനെ എന്റെ മുമ്പിൽ വെച്ച് തല്ലും. എന്റെ ഏട്ടൻ നിന്റെ ഏട്ടനെ തല്ലിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഏട്ടൻ അതിന് മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്റെ ഏട്ടൻ തല്ലി കിട്ടാൻ മാത്രം ഒന്നും ചെയ്യാറില്ല. നിന്റെ ഏട്ടന് പ്രാന്താ. നിന്റെ ഏട്ടനാ പ്രാന്ത്. എന്റെ ഏട്ടൻ ആരാന്ന് നിന്റെ വിചാരം? എന്റെ ഏട്ടൻ മുത്താടി, മുത്ത്. നിന്റെ ഏട്ടൻ വെറും കുത്ത്. ഫുൾ സ്റ്റോപ്പ്. ഇതെത്ര ഏട്ടന്മാരാ? ഇതെന്താ PSC ക്വസ്റ്റ്യനോ? ഞങ്ങൾക്കൊരു കുന്തവും മനസ്സിലായില്ല. ഇവളുടെ കേടായ കാറ് നന്നാക്കാൻ എന്റെ ഏട്ടൻ ഹെൽപ്പ് ചെയ്തു. അതിന് ഇവളുടെ ഏട്ടൻ എന്റെ ഏട്ടനെ തല്ലി. എന്തിന്? ശരിക്കും നന്നാക്കിയിട്ടുണ്ടാവില്ല. എന്നെ കൊണ്ട് അടിച്ചത് അതിനൊന്നല്ല. എന്തിനാന്ന് എനിക്കും അറിയില്ല. പിന്നെ വഴി കൂടെ പോകുന്നവർക്കൊക്കെ തല്ലിട്ട് പോകാൻ എന്റെ ഏട്ടനെന്താ ചെണ്ടയോ? ഓ, നമുക്കത് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പൊ ബെല്ലടിക്കും. നിന്റെ ഏട്ടൻ എന്റെ ഏട്ടനെ തല്ലിയതിന് ഞാൻ തിരിച്ചടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. ഓ, അപ്പൂട്ടനും ജനയും തമ്മിൽ എന്താ ഒരു അണ്ടർലൈൻ? ഇരുതിയിൽ എണ്ണ ഒഴിക്കലടാ. സുഗണന്റെ തട്ട് കടയില് നെറ്റായാൽ ബൈക്ക് എടുത്ത് പോയിടുമേ. സൈഡിലുള്ള സ്റ്റൂഡിൽ കയറി ഇരിക്കുമേടെ. മണ്ടയിലെ കറിയെല്ലാം ലാസ്റ്റ് വീക്കിലെ. എന്നാലും ടേസ്റ്റ് ഒട്ടും കുറവില്ലടേ. മിനുക്കി പ്ലേറ്റ് എല്ലാം മിനുക്കി കിറുക്കി. അതിൻ്റെ ഇടയില് മുട്ട കലക്കി കലക്കി. ഓംലേറ്റ് 2 പ്ലേറ്റായി. പോവല്ലേ, പോവാതെ കാശ് വെക്കാണ്ട്. എന്താ വരാതാലേ? എന്റെ ചെവി, എനിക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വരുവേ. നമ്മൾ എന്ത് ചെയ്യാനാടാ? സോങ്സിന്റെ മലയാളം ഡബ്ബ അവർക്കല്ലേ ചാനൽ കൊടുക്കുന്നേ. എന്തും വെച്ച് എന്തു തേങ്ങയാണത്? ആ അല്ലുവിന്റെ സോങ്സ് മലയാളത്തിൽ എന്ത് ഫീലാന്നറിയോ? അത് ശരിയാ, ഇത് നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക്. ഇനി അവൻ എന്റെ സോങ്സ് റീഡപ്പ് ചെയ്യില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? ഇനി ഒരിക്കൽ കൂടെ നിന്റെ പേട്ടൻ എന്റെ മുമ്പിൽ വരട്ടെ. അവരുടെ തലമണ്ട ഞാൻ അടിച്ചു വിളിക്കും. ഒന്ന് വിളിച്ചിട്ട് പോ സാറാ ഇതിനെ. അച്ഛമാ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയടി. ഞാൻ വെറും ഊളയാടി. അതൊക്കെ എല്ലാവർക്കും അറിയാം. അറിയാത്തവരെ കൂടി കാർ കൂടി അറിയിക്കല്ലേ. വാ, ബസ്സിന് പോവാ. അപ്പൊ അപ്പുവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ, തിരക്കിലായിരിക്കും. പോട്ടടി മോയിലും പള്ളി. ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ വന്നതായിരുന്നു, അതും കൊളാക്കി രണ്ടും. എന്ത് ഹാപ്പി ന്യൂസ്? അങ്കിള് ദുബായിന്ന് വരാം. അപ്പൊ എനിക്ക് ഐഫോൺ കിട്ടും. ആണോ? ഓ, ഇനി കൊറേ നല്ല പിക്ക് എടുക്കാം. റോഷ, എന്റെ പിക്ക് തന്നെ ആദ്യം എടുക്കണേ. അത് നീ പ്രത്യേകിച്ച് പറയണോ? കണ്ണു തട്ടാതിരിക്കാൻ ആദ്യം കോലം വെക്കണം. എടാ പട്ടി റോസ, ചുമ്മാ പറഞ്ഞ പോയോ?
പേടിക്കണ്ട, ഞാനാ. ഞാൻ തന്നെ കാണാനിരിക്കുമായിരുന്നു. ഞാനും. ആക്ച്വലി ഇന്നലെ എന്താ സംഭവിച്ചത്? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എന്റെ ഏട്ടനായി തനിക്കെന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നം? ഞാൻ നിനക്കൊരു ഏട്ടൻ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇന്നലെയാ. ഏട്ടന് ഒരു പരിചയമില്ല? ഇല്ലെന്നേ. പിന്നെന്തിനാ തല്ലിയേ? അപ്പൊ നിനക്കറിയില്ലേ? ഇല്ലെന്നേ. എന്നാലെന്തിനാ തല്ലിയേ? അത് ശരി, ഞാൻ പൊട്ടന്റെ മുമ്പിലാണ് എത്ര നേരം ശങ്കൂതിയെ. എന്തായാലും ഏട്ടന് തന്നോട് നല്ല ദേഷ്യമുണ്ട്. ഇനി എന്നെ ഇന്നലെ നിന്റെ കൂടെ കണ്ടേനാണോ? ഏയ് വേറെ എന്തോ ആണ്. അല്ല, താനെങ്ങോട്ടാ എന്റെ കൂടെ? ചുമ്മാ താൻ ഒറ്റയ്ക്ക് നടക്കണ്ടല്ലോ, ഈ ഏരിയ അത്ര സേഫ് അല്ല. നോ താങ്ക്സ്, എനിക്ക് എന്നെ നോക്കാൻ അറിയാം. എന്താണ് മാഡം ഇന്നത്ര കലിപ്പ്? ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അനിയത്തിയുടെ വകയായിരുന്നു. വൈകുന്നേരം ഇതാ ഏട്ടനും. അവള് വല്ലതും പറഞ്ഞോ? അവൾ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്റെ ഏട്ടനെ കുത്തും കൊല്ലുന്നു തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞു. അത് എന്നെ തല്ലേ ദേഷ്യം കൊണ്ടാ. ഓ ആയിക്കോട്ടെ. ആളിയാ വന്നു തേണ്ടി. ഹായ്. ഹായ്. ഇന്നലെ വന്നത് കുട്ടിയുടെ ഏട്ടനാണോ? ആ. നല്ല അടിയായിരുന്നു കേട്ടോ. ഇന്ന് കാലത്ത് വരെ ഇവന്റെ മോന്തയില് പാടുണ്ടായിരുന്നു. എന്നാലും എന്തിനാ തല്ലിയെ അറിയാനുള്ളൊരു ത്വരേ. ശരി, നിന്റെ കൂടെ കറങ്ങി നടന്നിട്ടാവും. മിക്കവാറും നീ അവളെ വീട്ടിൽ കൊണ്ടുപോയത് അറിഞ്ഞു കാണും. അയ്യോ ഏയ് അതായിരിക്കില്ല. അതാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, പൊക്കി പൊക്കി. മോളെ നിനക്ക് എത്ര വയസ്സുണ്ട്? 20. ഭാഗ്യം, പോക്സോ അല്ല. എടാ തെണ്ടി, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ. ഏട്ടൻ പോ. ഡി, ഇന്നലെ തല്ലിയത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്ത് അധികാരത്തിൽ ഏട്ടൻ ഇയാളെ തല്ലുന്നേ? നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാ ഇവന്റെ കൂടെ കണ്ടുപോകരുതെന്ന്. അളിയ, പെട്ടി ഓർഡർ ചെയ്യട്ടെ. ഡിസൈൻ ഉള്ളത് വേണോ പ്ലെയിൻ വേണോ? എന്നെ കത്തിക്കുമായിരിക്കും, അപ്പൊ മണ്ണെണ്ണ മേടിക്കാം. ഈ മാസം റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് വീട്ടിലിരിപ്പുണ്ട്. ഓടാ പട്ടി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നടക്കും. അതിന് നിനക്കെന്താ? ജാനു നീ മാറ്, എനിക്ക് അവനോടാ സംസാരിക്കണ്ടേ. ഇല്ല. ജാനു മാറ്. ഏയ് സോറി, എന്റെ മിസ്റ്റേക്കാ. എന്ത് മിസ്റ്റേക്ക്? അപ്പോഴേട്ടന് എന്നെ ഇഷ്ടല്ലേ? അല്ല, അത് ഇതെന്റെ ലൈഫാ. അപ്പോഴേട്ടന് എന്നെ ഇഷ്ടമാണല്ലയോ? അത് ഇഷ്ടമാണ്. അയ്യോ, ഇതോട് തെറ്റിദ്ധരിക്കല്ലേ. ഇവൻ ഇവളെ ഇഷ്ടമാണോ ഞാൻ ഉദ്ദേശിച്ചത്. അത് അപ്പോഴേട്ടന്റെ വായിന്ന് തന്നെ എനിക്ക് കേൾക്കണം. ഇപ്പൊ ജാനു, ഇപ്പൊ ഇവിടെ വെച്ച് എനിക്കൊരു ആൻസർ തന്നില്ലെങ്കിൽ ഇനി എന്നെ കാണാൻ വരണ്ട ഒരിക്കലും. ജാനു, എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. എടാ ഏട്ടാ, എനിക്ക് അപ്പോഴേട്ടനെ ഇഷ്ടമാണ്. നീ ഇവനെ വേറെ ആരെ കിട്ടിയില്ല നിനക്ക്? എനിക്ക് അപ്പോഴേട്ടനെ മതി. ഞങ്ങൾ വേണമെങ്കിൽ കല്യാണം കഴിക്കും അല്ലേ? നിനക്ക് പ്രാന്താണോ? ഇവൻ ആരാ അറിയോ? ആ, എന്റെ ഫ്രണ്ടിന്റെ ഏട്ടനാ. ഇവന്റെ ജോലി എന്താന്ന് നിനക്കറിയോ? ജോലിയും കൂലി എനിക്കായാലും മതിയല്ലോ. ഓ, ഞാൻ ഇവളെ നാളെ കാണാം. ബൈ. ഇടി നിക്ക്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലെത്തട്ടെ. എന്റെ മോനെ, അവളുടെ ഒരു ധൈര്യം എന്റെ കയ്യും കാലം മറിക്കുന്നതാ. അവള് സ്ട്രോങ് ആയി നിൽക്കുമ്പോ നിനക്കെന്താ ടെൻഷൻ? എടാ, ഒരു സൈഡിൽ അവളുടെ ഏട്ടൻ, ഒരു സൈഡിൽ അച്ചു. അവൾക്കാണ് ഇവളെ കണ്ടൂടാ. ഇവളാണെങ്കിൽ കല്യാണം എന്നൊക്കെ പറയുന്നു. അതുവരെ ഒന്നും പോവില്ല. അതിനു മുമ്പ് അവളുടെ ഏട്ടൻ തന്നെ തീർക്കും. ശോ, ആറ്റുനോട്ടൊരു പ്രേമുണ്ടായപ്പോ അതിങ്ങനെയായല്ലോ. വാ, നമുക്കൊരു ചായ കുടിക്കാം. നീ ഒന്ന് പോയ ഞാൻ ഇവിടെ പ്രാന്തെടുത്ത് നിക്കാം. നീ ഇപ്പൊ ചായ വാങ്ങി തന്നില്ലേ, ഞാൻ ഈ കാര്യം അച്ഛനോട് പറയും. എന്തേ, നിനക്ക് ഞാൻ ചായയും 2 വടയും മേടിച്ചു തരും. നീ നവന്മാരുടെ മുമ്പിൽ എന്ത് ഷോ ആയിരുന്നു. ഞാൻ അങ്കിൾ വിളിക്കുമ്പോ പറയാട്ടോ. അപ്പൊ നീയോ ഇന്നലെ കാരണമില്ലാതെ തല്ലിയത് പോരാഞ്ഞിട്ട് ഇന്ന് വീണ്ടും തല്ലാൻ വന്നിരിക്കുന്നു. ആര് പറഞ്ഞു കാരണമില്ലെന്ന്? ഞാനല്ലേ ആ കാരണം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ പ്രേമിക്കും. ഇതിനാലേ നീ കോളേജിൽ പോണേ. നിനക്ക് കോളേജിൽ പഠിക്കുമ്പോ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 4? ആമ്പിള്ളേരായ അങ്ങനെയൊക്കെ ഉണ്ടാവും.
അപ്പൊ പെൺപിള്ളേര് പ്രേമിക്കാൻ പാടില്ലേ? ഇല്ല. അപ്പൊ നീ പ്രേമിച്ചത് മൊത്തം ആൺപിള്ളേരായിരുന്നു? ദേ നീ, ഞാൻ അതല്ല പ്രാന്തായിരിക്ക. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. നീ കേറിപ്പോയെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ലൈഫിൽ തലയിടാൻ വരരുത്. ഇല്ല, നീ അവനെ തന്നെ പ്രേമിക്കും. അല്ലേലും നിനക്കൊരു പണി തരണമെന്ന് ഞാൻ കുറെ കാലായി വിചാരിക്കുന്നു. ഏട്ടനൊരു രണ്ടിനെയും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. അതെ, ഇവളെ മാത്രം പേടിച്ചാ മതി. എന്നാലും അവൻ എന്തിനാണ് നിന്നെ തല്ലിയേ? ചില ആങ്ങളമാരെങ്ങനാ, പെങ്ങന്മാരെ വല്ല ആമ്പിള്ളേരുടെ കൂടെ കണ്ട അപ്പത്തല്ലും. ആഹാ, എന്നിട്ട് എന്റെ ഏട്ടന്മാരാരെയും ചുമ്മാ തല്ലുന്നില്ലല്ലോ. അവര് തല്ലാറില്ലല്ലോ, തല്ലി മേടിക്കാറില്ലേ. ഇനി അവളുടെ ഏട്ടനെ എന്റെ കൈ കിട്ടട്ടെ, അവന്റെ മോന്തടിച്ച് ഞാൻ പരത്തും. അത് വേണം. എന്തു ധൈര്യത്തിൽ അവൻ അപ്പോഴും തല്ലിയത്? അത് വിട്ടുകള ചേച്ചി, ഒന്നില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബാവേണ്ടവരല്ലേ. ഏത് വകയില്? വസുദൈവക കുടുംബകം എന്നാണല്ലോ. ലോകത്തുള്ള എല്ലാവരും നമ്മുടെ കുടുംബമാണ്. എന്നാ ഇനി മുതല് നീ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കും, എല്ലാരും നിന്റെ കുടുംബക്കാരാണല്ലോ. ഈ അനുചേച്ചിയുടെ ഒരു തമാശ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതോ? മതി മതി, നീ പോയിരുന്നു വല്ലതും പഠിക്കും. നീ പോണില്ലേ? ഞാൻ ചോറയിച്ചിട്ട് പോവാം. അപ്പുറത്ത് നിന്റെ കുടുംബക്കാര് വെയിറ്റ് ചെയ്തിരിക്കടാ, പോയി അപ്പുറത്തുനിന്ന് കഴിക്കും. പൊടി ചേച്ചേ. അതങ്ങനെ വരണം. ഇന്നാ ചാളത്തന്റെ ലീവാണോ? റോഷൻ വരും, അവന്റെ അങ്കിള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ടാ ലേറ്റ് ആവുന്നത്. റോഷൻ അല്ല, നിന്റെ മറ്റേ ജനനി ആവോ വരണ്ടായിരുന്നു. എടി, നീ അന്ന് നിന്റെ വീട്ടില് ജനനി വന്നു പറഞ്ഞില്ലേ, മുടി മുറിച്ച്? അതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നേ? അന്ന് പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. അതല്ല, അന്ന് വന്നത് അവളുടെ ഏട്ടനാണെങ്കിലോ? ജനനിയുടെ മുടി ഒറിജിനല, നീ അന്ന് രാത്രി പിടിച്ചു വലിച്ച മുടി ഒറിജിനല. അപ്പോ അയ്യോ, പക്ഷെ അവളുടെ ഏട്ടൻ എന്തിനാ എന്റെ വീട്ടിൽ വരുന്നേ? അപ്പുവേട്ടനെ അന്വേഷിച്ചല്ലേ വന്നേ? മിനിങ്ങാന്ന് അപ്പുവേട്ടനെ തല്ലുകയും ചെയ്തു. അപ്പൊ അവര് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അപ്പുവേട്ടന് അതിനെ അറിയ പോലും ഇല്ല. അപ്പോ അപ്പുവേട്ടനും ജനനിയും പ്രേമത്തിലാണോ? അല്ലാതെ വെറുതെ ഒരാളെ പിടിച്ച് തല്ലോ? അത് ശരിയാ, പക്ഷെ ജനനി നിന്റെ വീട്ടിൽ വരെ എത്തിയില്ലേ, അതും അപ്പുവേട്ടൻ കൊണ്ടുവന്നത്. ആ കാറ് കേടായ കഥ എനിക്കത്ര വിശ്വാസം പോരാ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. സാറമ്മേ, എനിക്കതല്ല. ഇനി എങ്ങാനും അത് സത്യമാണെങ്കിൽ ജനനി നിന്റെ ഏട്ടത്തമ്മയായിട്ട്. അയ്യോ ഏട്ടാ, കാപ്പി. നിക്കവിടെ. ആരോട് ചോദിച്ചിട്ടാ നീ അപ്പുവേട്ടന് കാപ്പി ഇട്ട് കൊടുത്തത്? ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പുവേട്ടൻ എന്റെ ഏട്ടനല്ലേ? അതൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ്. ഇപ്പൊ അപ്പുവേട്ടൻ എന്റെ ഭാര്യ, ഭർത്താവാ. അപ്പുവേട്ടനുള്ള കാപ്പി ഞാൻ ഇട്ട് കൊടുത്തോളാം. ജനനി, നിങ്ങൾക്ക് പാട്ട് പാടാൻ പോണ്ടേ? പോണം. എങ്കി പോ. ഇനി മുതൽ നിന്നെ എന്റെ ഭർത്താവിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. അപ്പുവേട്ടനുള്ള കാപ്പിയും കടിയും ഇടിയും എല്ലാം ഞാൻ കൊടുത്തോളാം. ഇടിയോ? ഇഡ്ലിയും ചമ്മന്തി. ഏട്ടത്തി ആർച്ചേ, നീ എന്നെ മാഡം എന്ന് വിളിച്ചാ മതി, മനസ്സിലായോ? എന്താ? ഏട്ടൻ അങ്ങനെ കെട്ടിയാലും അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് ഏട്ടന്റെ കല്യാണം നടത്തണം. അതാ പറഞ്ഞത് കുടുങ്ങിയ. ഹായ്, ഇവിടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അതെ, നിനക്ക് അപ്പേട്ടനെ അറിയോ? ഇവളുടെ ഏട്ടനല്ലേ? അല്ലാണ്ട് വല്ല പരിചയമോ അടുപ്പോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അപ്പേട്ടൻ അങ്ങനെ ഗേൾസിനോട് അധികം മിണ്ടാറ് പോലും ഇല്ല. എന്നിട്ടും നിന്നെ വീട്ടിൽ വരെ കൊണ്ടുപോവാന്ന് വെച്ചാ വല്ല പ്രേമോ പറ്റോ? ആണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അയ്യ, പ്രേമിക്കാൻ പറ്റോ ഒരെണ്ണം? എന്റെ ഏട്ടൻ എന്താടി ഒരു കുറവ്? നിന്റെ ഏട്ടനാണെന്നുള്ളത് തന്നെ. എടീ, ഒന്ന് നിർത്ത്. ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ. ആ റോഷൻ ഒന്ന് വന്നിരുന്നെങ്കിൽ. നിന്റെ ഏട്ടൻ എന്തിനാ എന്റെ ഏട്ടൻ അന്വേഷിച്ചു വന്നത്? അന്ന് രാത്രി വന്നത് നിന്റെ ഏട്ടനല്ലേ? അത് ശരി, ഇത്രയും നാളത് ഞാനായിരുന്നു. ഇപ്പൊ എന്റെ ഏട്ടനായോ? നീ അല്ലെങ്കിൽ അത് അവൻ തന്നെയാ. എനിക്കറിയില്ല. അയ്യടാ, ഒരു പാവം പൂച്ചക്കുട്ടി. ഹലോ ഗായ്സ്. എന്റെ ഐഫോൺ, എന്റെ പുതുപുത്തൻ ഐഫോൺ.
ഇവിടെ എന്താ ഒരു ശ്മശാന മുഖത? പിന്നെ പറയാം. അച്ഛമാ. ആ ഓ കലിപ്പില. വാ നമുക്ക് പിക്കെടുക്കാം. ജനനി വാ. എന്നാ ഞാനില്ല. രണ്ടും വേണ്ട, ഞാൻ സാറ് എടുത്തോളാം. അതാ നല്ലേ. സാറമ്മ അതാ നിന്റെ പപ്പ. ഹായ് എന്നെ കൂട്ടാൻ എന്റെ പപ്പ വന്നേ. അയ്യോ നീ എവിടെ പോവാ? റോം. അവൻ ശരിക്കും റൂമിൽ പോവാണോ?